Hi friends, welcome all. നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് 9.10 ഡബിൾ ഇൻ്റഗ്രൽ എന്നുള്ള ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ടിട്ട് പഠിക്കാനുള്ള കോൺസെപ്റ്റ്സുകൾ ഡബിൾ ഇൻ്റഗ്രലിന്റെ ഇവാലുവേഷൻ ആണ്. ഡബിൾ ഇൻ്റഗ്രലിന്റെ ഇവാലുവേഷൻ വെച്ചിട്ടുള്ള ഒറ്റ റിസൾട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ത്രൂ ഔട്ട് പഠിക്കാം. ഈ ഒരു സെക്ഷനിൽ ഡബിൾ ഇൻ്റഗ്രലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വളരെ ചാൻസ് കുറവാണ് ചോദിക്കാൻ. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് അതേപോലെ പ്രൂഫ് നമുക്ക് കൂടുതൽ ചാൻസ് ഉള്ളത് ഈ ഒരു സെക്ഷനിൽ 5 മാർക്കിനോ അതേപോലെ 10 മാർക്കിനോ ഉള്ള ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. സോ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കൂടുതൽ വരാൻ ചാൻസസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പല റിസൾട്ടുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റിസൾട്ടുകളും നമുക്ക് ആ റിസൾട്ട് അറിയാമെങ്കിൽ ജസ്റ്റ് ആ റിസൾട്ട് മെൻഷൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ആൻഡ് ത്രൂ ഔട്ട് എല്ലാ റിസൾട്ടിലും നമ്മൾ പറയുന്നത്, ത്രൂ ഔട്ട് എല്ലാ റിസൾട്ടുകളും നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. അതായിരിക്കും നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. ഡബിൾ ഇൻ്റഗ്രലിന്റെ ഇവാലുവേഷൻ വെച്ചിട്ടാണ് എല്ലാ റിസൾട്ടുകളും പറയുന്നത്. ഈ ഒരു സെക്ഷനിൽ പറയുന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ, സെന്റർ ഓഫ് മാസ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ തുടങ്ങിയിട്ടുള്ള റിസൾട്ടുകളൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ജസ്റ്റ് ഒരു ഫിസിക്കൽ അപ്ലിക്കേഷൻ ആണ്. പക്ഷെ ആ ഫിസിക്കൽ അപ്ലിക്കേഷനിൽ ജസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻ പഠിക്കുക. ഇക്വേഷനിൽ ഡബിൾ ഇൻ്റഗ്രലിന്റെ ടേമിലുള്ള ഇക്വേഷൻസ് ആണ് വരുന്നത്. ആ ഇക്വേഷൻസുമായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണം. ഇക്വേഷൻ എഴുതിയത് കൊണ്ട് നമുക്ക് ഡബിൾ ഇൻ്റഗ്രലിന്റെ ഫുൾ സൊല്യൂഷന്റെ മാർക്ക് കിട്ടൂല. അപ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഫിബിനീസ് തിയറം എന്ന് പറഞ്ഞിട്ടുള്ള ഡബിൾ ഇൻ്റഗ്രലിന്റെ ഇവാലുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു റിസൾട്ട് ആണ് വളരെ പ്രധാനപ്പെട്ടിട്ടും പഠിക്കേണ്ടത്. ഈ ഒരു റിസൾട്ട് പ്രോബ്ലമാറ്റിക് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ റിസൾട്ട് ഫുൾ ആയിട്ട് പഠിക്കൊന്നും വേണ്ട. ഈ റിസൾട്ട് എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി. പക്ഷേ ഈ ഒരു സെക്ഷനിൽ ഡബിൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്ന 9.10 എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ തിയററ്റിക്കലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 2 മാർക്കിന് സ്റ്റേറ്റ് ഫിബിനീസ് തിയറം എന്ന് പറഞ്ഞിട്ട് മേ ബി ചോദിക്കാം. പേരുള്ള തിയർ ആയതുകൊണ്ട് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. 2 മാർക്കിന് സ്റ്റേറ്റ്സ് ഫിബിനീസ് തിയറം എന്ന് ചോദിച്ചാൽ നമ്മൾ ഫിബിനീസ് തിയറത്തിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതണം. ഇനി ഫിബിനീസ് തിയറം എന്ന് ചോദിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡബിൾ ഇൻ്റഗ്രലിന്റെ ഇവാലുവേഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതേപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ, മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ എല്ലാത്തിലും ഡബിൾ ഇൻ്റഗ്രലിന്റെ ഇവാലുവേഷൻ ആണ് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഫിബിനീസ് തിയറം എങ്ങനെ ചെയ്യുന്നത് എന്നറിയണം. ഫിബിനീസ് തിയറത്തിൽ എന്താ പറയുന്നത് നോക്കിയാൽ മതി. അത് വെച്ചിട്ട് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പിന്നീട് ഇവാലുവേറ്റ് ചെയ്യുന്ന പല ട്രിക്കുകളുണ്ട്. നമുക്ക് ഫിബിനീസ് തിയറം ജസ്റ്റ് പറഞ്ഞതിന് ശേഷം ആ ട്രിക്കുകൾ എങ്ങനെ വരുന്നത് എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡബിൾ ഇൻ്റഗ്രലിന്റെ ഇവാലുവേഷൻ ആണ് ഫസ്റ്റ് പറയേണ്ടത്. ജസ്റ്റ് നമുക്ക് ആ റിസൾട്ട് ഒന്ന് മെൻഷൻ ചെയ്യാം. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ദ റീജിയൻ എഫ് ഓഫ് എക്സ് വൈ ഡി. എപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യൻ ഡബിൾ ഇൻ്റഗ്രലിന്റെ ഇവാലുവേഷൻ ഈ ഒരു രൂപത്തിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ ഓവർ ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിക്കാണ്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ എപ്പോഴും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു കണ്ടീഷനാണ്. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ഓവർ ദ റീജിയൻ ആറിൽ, ആർ എന്നുള്ള ഒരു റീജിയൻ തന്നിട്ടുണ്ടാവും. ആ റീജിയനിൽ നമുക്ക് ഡബിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സുകളാണ് പറയുന്നത്. അതായത് ടോട്ടലി നമ്മൾ എക്സ് വൈ സെഡ് എന്നുള്ളതിൽ എക്സ് വൈ എന്നുള്ള പ്ലെയിനുകൾ മാത്രം വരച്ചാലും മതി. സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതാണ് ഫംഗ്ഷൻ. അപ്പൊ എക്സ് വൈ പ്ലെയിനിലാണ് നമുക്ക് ഫിഗർ വരിക. എപ്പോഴും സെഡ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർഫസ് നമുക്ക് എക്സ് വൈ പ്ലെയിനിലോ എക്സ് വൈ പ്ലെയിനിന് പാരലായിട്ടോ ഉള്ള ഒരു സർഫസ് ആണ് കിട്ടുക. സോ എക്സിന്റെയും വൈന്റെയും വേരിയേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. എഫ് ഓഫ് എക്സ് വൈ ഡി എ ഇൻ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഇവാലുവേറ്റ് ചെയ്യണം. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ എക്സ് ഈ 2 ഓർഡറിലും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഡി എ എന്ന് പറഞ്ഞാൽ എക്സ് ഡി എക്സ് ഡി വൈ എന്നുള്ളതാണ് വരിക. എഫ് ഓഫ് എക്സ് വൈനെ റീജിയൻ ആക്കുന്ന സമയത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സിന്റെ ലിമിറ്റ്, വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൈന്റെ ലിമിറ്റ്, രണ്ടാമത്തേത് ആരാണോ അതാണ് അതിന് പുറമെ ഉള്ള ഇന്റഗ്രലിന്റെ ലിമിറ്റ് വരിക.
അപ്പൊ ഏത് രൂപത്തിൽ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതാണ് ഫ്യൂബിനിയൂസ് തിയറം പറയുന്നത്. രണ്ട് രൂപത്തിൽ റീജിയൻസ് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് രൂപത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ഏത് രൂപത്തിലാണ് റീജിയൻ വരുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യലാണ് ഫസ്റ്റ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം. ഏത് രൂപത്തിലാണ് വരുന്നത്, ആദ്യം വൈയിൽ ചെയ്യണോ അതോ ആദ്യം എക്സിൽ ചെയ്യണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആയാൽ തന്നെ നമുക്ക് എങ്ങനെയെന്നുള്ളത് ചെയ്യാം. പലപ്പോഴും ഈ ഒരു മെത്തേഡ് ഏത് റീജിയൻ ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത്, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യണോ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ആദ്യം ചെയ്യണോ എന്നുള്ളത് ചില സമയത്ത് നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഇക്വേഷൻസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചില സമയത്ത് നമുക്ക് അത് പറ്റിക്കൊള്ളണമെന്നില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൺ ഏതാന്ന് സ്കെച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ റീജിയൺ സ്കെച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും റീജിയന്റെ ഒരു റഫ് സ്കെച്ച് ഇമാജിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിലും അതേപോലെ ഇനി വരാനുള്ള എല്ലാ സെക്ഷനിലും ക്വസ്റ്റ്യൻസ് ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് എയിം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന്റെ ഒരു ജിയോമെട്രി നമുക്ക് കിട്ടിയാൽ മാത്രമേ ഇനീഷ്യലി നമുക്ക് ഈ ഒരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും ഫ്യൂബിനിയൂസ് തിയറത്തിന്റെ റിസൾട്ടുകൾ വെച്ചിട്ടാണ് ഡബിൾ ഇന്റഗ്രൽ പറയുന്നതെങ്കിൽ പോലും ജസ്റ്റ് ഞാൻ അത് ഓർത്തിരിക്കാൻ രണ്ട് മെത്തേഡ്സ് വളരെ പെട്ടെന്ന് പറയാം. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ആദ്യം ചെയ്യണോ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ആദ്യം ചെയ്യണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓക്കെ. അപ്പൊ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ഏത് രൂപത്തിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫങ്ഷൻസ് ബൗണ്ട് ചെയ്യുന്ന, അതായത് റീജിയൻ ബൗണ്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഇക്വേഷൻസ് ആയിരിക്കും, ഫങ്ഷൻസിന്റെ ഇക്വേഷൻസ് ആയിരിക്കും തരിക. ചില സമയത്ത് നമുക്ക് റീജിയൺ തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനും പറയും. റീജിയൺ തന്നാൽ എളുപ്പമാണ്, കാരണം റീജിയൺ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് റീജിയന്റെ പ്ലോട്ടിംഗ് നമുക്ക് തരും, 2D അല്ലെങ്കിൽ 3D ആയിട്ട് XY പ്ലെയിനിലുള്ള പ്ലോട്ടിംഗ് നമുക്ക് തരും. അപ്പൊ XY പ്ലെയിനിലുള്ള പ്ലോട്ടിംഗ് നമുക്ക് തന്നാൽ എക്സിന്റെയും വൈന്റെയും ലിമിറ്റ് ഏതുവരെ വേരി ചെയ്യുന്നെന്ന് പ്ലോട്ടിംഗ് നോക്കിയിട്ട് പറയാൻ പറ്റും. ഇക്വേഷൻസ് തന്നാലും പറയാൻ പറ്റും, ഡയറക്ട്ലി കറക്റ്റ് ആയിട്ട് സിംപിളർ ആയിട്ടുള്ള ഇക്വേഷൻസ് ആണെങ്കിൽ. അപ്പൊ സ്കെച്ച് ചെയ്യാതെ തന്നെ നമുക്ക് സ്കെച്ച് ആയിട്ടുള്ള ഫിഗർ തന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ രണ്ട് രൂപത്തിൽ ചെയ്യുമ്പോഴും രണ്ട് രൂപത്തിലാണ് വരിക. അതായത് XY പ്ലെയിനിൽ നമുക്ക് തരും, ആ XY പ്ലെയിനിലുള്ള ഫിഗർ എക്സ് ആക്സിസിന്റെ വേരിയേഷനും വൈ ആക്സിസിന്റെ വേരിയേഷനും ആണ് ഉണ്ടാവുക. അതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ രണ്ട് കോൺസ്റ്റന്റിനിടയിലായിരിക്കും വരിക. അതായത് ഒന്നിക്കലോ എക്സിന്റെ ലോവർ വേരിയേഷനും അപ്പർ വേരിയേഷനും രണ്ട് കോൺസ്റ്റന്റുകളായിരിക്കും, അല്ലെങ്കിൽ വൈന്റെ ലോവർ വേരിയേഷനും അപ്പർ വേരിയേഷനും രണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ഏതാണോ കോൺസ്റ്റന്റ് അയാള് ഇവിടെ ഇന്റഗ്രൽ dy dx അല്ലെങ്കിൽ dx dy ചെയ്യുന്നതിൽ രണ്ടാമത്തെ ആളാണ് കോൺസ്റ്റന്റിൻ്റെത് വരിക. അപ്പൊ ഈ ഇവിടെ രണ്ടാമത് എഴുതുന്ന ഓർഡർ ഓഫ് ഇന്റഗ്രേഷനിൽ രണ്ടാമത് എഴുതുന്ന വേരിയബിൾ dx ആവാം dy ആവാം. dx ആണോ dy ആണോ അവരേതാണോ അവരുടെ ലിമിറ്റ് കോൺസ്റ്റന്റുകളായിരിക്കും. ആ കോൺസ്റ്റന്റ് ആണ് ഇന്റഗ്രേഷന്റെ ഫസ്റ്റ് ഇന്റഗ്രലിൽ വരിക. ഇനി രണ്ടാമത്തെ ഇന്റഗ്രൽ ഇപ്പൊ നമ്മൾ ഏതോ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് എടുത്തു, ഫോർ എക്സാമ്പിൾ എക്സ് കോൺസ്റ്റന്റ് ആണെന്ന് എടുത്തു. അപ്പൊ എക്സിന്റെ വേരിയേഷൻ എ മുതൽ ബി വരെ വേരി ചെയ്യുന്നു. ഓക്കെ, എക്സ് വേരീസ് ഫ്രം എ ടു ബി. ദെൻ വൈ എന്നുള്ളത് കോൺസ്റ്റന്റ് ആവൂല. വൈന്റെ വേരിയേഷൻ ലോവറിലും അപ്പറിലും എക്സിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. എക്സിലുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയും എക്സിലുള്ള ഫംഗ്ഷൻ ആവണം എന്ന് യാതൊരു നിർബന്ധമില്ല, കോൺസ്റ്റന്റ് ആവാം. അതായത് ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 3 to x+2 എന്ന് പറഞ്ഞാൽ x+2 ഇവിടെ എക്സിലുള്ള ഫംഗ്ഷൻ ആണ്, പക്ഷെ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റും എക്സിലുള്ള ഫംഗ്ഷൻ തന്നെയാണ്, കാരണം ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അയാൾ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഏതൊരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറയാം. എപ്പോഴും ഇന്റഗ്രേഷന്റെ ലിമിറ്റ് ശ്രദ്ധിക്കേണ്ടത് എക്സ് വൈ ഇതിൽ ആരാണോ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കോൺസ്റ്റന്റുകൾ വരുന്നത് അയാൾ സെക്കൻഡിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേഷൻ dy dx ചെയ്യുന്നത് ഓർഡറിൽ രണ്ടാമതാണ് വരിക. അതിന്റെ ലിമിറ്റ് ആണ് ഫസ്റ്റ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് ആയിട്ട് വരിക. ഇവിടെ എഴുതിയ രണ്ടാമത്തെ ഇന്റഗ്രൽ, അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പെയർ നടത്താം. ഈ ഒരു പെയർ നടത്തിയിട്ട് dy. അപ്പൊ ഇതിന് ടോട്ടലി ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യും. y എന്നുള്ള വേരിയബിളിനൊക്കെ നമ്മൾ എക്സിലുള്ള ഫംഗ്ഷൻ കൊടുക്കും. അപ്പൊ എക്സിലായിട്ട് മാറും ടോട്ടലി.
ടോട്ടലി എക്സിലായി മാറിയാൽ ഇന്റഗ്രൽ എ ടു ബി എക്സിലുള്ള ഫംഗ്ഷൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്തായി, വൺ വേരിയബിൾ ഇന്റഗ്രേഷൻ ആയി. അപ്പൊ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇന്റഗ്രേഷന്റെ കോൺസെപ്റ്റ്സുകൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറമാണ്, എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന തിയറമാണ് ഫിബിനിയസ് തിയറം. അപ്പൊ എക്സാമിന് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഫിബിനിയസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ് ഫിബിനിയസ് തിയറം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതല്ലാതെ ഫിബിനിയസ് തിയറത്തിന്റെ ഇവാലുവേഷന്റെ ഈ ഒരു റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ വരുന്ന പ്രോബ്ലംസും വരാം. ഓക്കെ, പറയുന്നത് പല ഇക്വേഷൻസും പല പെർട്ടിക്കുലർ കേസസും ആണ്. എല്ലാത്തിലും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഫിബിനിയസ് തിയറത്തിന്റെ റിസൾട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്യുക, അടുത്ത സെക്ഷൻസുകളായാലും എല്ലാ സെക്ഷൻസിലായാലും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഫിബിനിയസ് തിയറം. അതിന്റെ റിസൾട്ട് പറയുന്നത് ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷന്റെ ഒരു റിസൾട്ട് ആണ്. ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഫിബിനിയസ് തിയറം പറയുന്നത്. ഇനി അതിന്റെ ഒരു പെർട്ടിക്കുലർ കേസാണ് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ 1 ആണെന്ന് കരുതുക. എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ 1 ആണെങ്കിൽ ഇയാൾ ആരായിട്ട് മാറും, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ എന്നുള്ളതായിട്ട് മാറും. അത് നമുക്ക് ഗിവൺ ആയിട്ടുള്ള റീജിയൻ ആരാണോ, ഇവിടെ ഓവർ ദ റീജിയൻ ആർ എന്ന് പറയുന്നുണ്ട്, ആ റീജിയന്റെ ഏരിയയാണ് വരിക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു കേസ് വായിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ ഇക്വേഷൻസ് പറഞ്ഞിട്ട് ചോദിച്ചാൽ അത് എഴുതാൻ പറ്റില്ല. ജസ്റ്റ് ഇതൊന്ന് റീഡ് ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് പറയാം, ഈ ഒരു ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഡബിൾ ഇന്റഗ്രൽ ഏരിയ ഓഫ് ദ റീജിയൻ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഈ ഒരു സെക്ഷനുമായിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡി എ ഫൈൻഡ് ചെയ്താൽ മതി എന്നുള്ള ലോജിക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു സെക്ഷനോ അല്ലെങ്കിൽ ഏതൊരു സെക്ഷനോ നമുക്ക് എപ്പോഴും പഠിക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് എല്ലാ സെക്ഷനും കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് നമ്മളുടെ എയിം. അതിനെ ടോട്ടലി നമ്മൾ റീഡ് ചെയ്താൽ നമുക്ക് ആ ഒരു സെക്ഷനിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. അതേപോലെ എല്ലാ ക്വസ്റ്റ്യൻസിനും മെത്തേഡ്സുകൾ സെയിം ആയിരിക്കും. ആ മെത്തേഡ്സുകളൊക്കെ ജസ്റ്റ് അത് റീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടോട്ടലി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടോട്ടലി ഈ ഒരു സെക്ഷനിലുള്ള എല്ലാ സെക്ഷനും റീഡ് ചെയ്യുക. അതേപോലെ ഈ ഒരു സെക്ഷന് പിന്നീട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ട് വരുന്ന അതിനോട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന മറ്റൊരു റിസൾട്ട് ആണ് എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോൺ നെഗറ്റീവ്. പോസിറ്റിവിറ്റി കണ്ടീഷൻ എന്ന് പറയും. എഫ് ഓഫ് എക്സ് വൈ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് വൈ ഡി എ ഓവർ ദ റീജിയൻ ആർ എന്നുള്ളത് നമുക്ക് ഗിവൺ ആയിട്ടുള്ള സർഫസ് സോളിഡ്, അതായത് റീജിയണും അതേപോലെ z ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള സർഫസിനും ഇടയിൽ വരുന്ന സോളിഡിന്റെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. സോ ഇഫ് വി ഹാവ് asked to find the volume of the solid between the surface z is equal to f of xy and the given region r, then our aim is to evaluate the double integral over r f of xy dA. അപ്പോൾ ഇത് ചെയ്യാനും എന്ത് ചെയ്താൽ മതി, ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാ ഇക്വേഷൻസും നമ്മൾ ഡബിൾ ഇന്റഗ്രൽ വെച്ചിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ വെച്ചിട്ടുള്ള റിസൾട്ടുകളാണ് നമുക്ക് കൂടുതലായിട്ടും ഈ ഒരു സെക്ഷനിൽ പറയാനുണ്ടാവുക. ഇനി നെക്സ്റ്റ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡബിൾ ഇന്റഗ്രൽ. പ്രോപ്പർട്ടീസ് ഓഫ് ഡബിൾ ഇന്റഗ്രൽ, ഡബിൾ ഇന്റഗ്രേഷന്റെ ചില പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടി ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പ്രോപ്പർട്ടി സ്കാലാർ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടി എന്നോ സം റൂൾ എന്നോ പറഞ്ഞിട്ട് ചോദിക്കൂല. കാരണം അല്ലാതെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നമുക്ക് വളരെ കൂടുതലായിട്ട് തിയറി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ പ്രോപ്പർട്ടീസ് ജസ്റ്റ് നോക്കി വെക്കുക, പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യാനേ ഉള്ളൂ. അപ്പൊ പ്രോപ്പർട്ടീസിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനാണ് വരുന്നത്. അപ്പൊ ചില പ്രോപ്പർട്ടീസ് അതിൽ ഡിസ്കസ് ചെയ്യുന്നു. പിന്നീട് ഈ ഒരു സെക്ഷനിൽ എന്താ പറയുക ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ പറയുന്നുണ്ട്. അത് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ള എളുപ്പമാണ്. അത് നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡി എക്സ് ഡി വൈ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചില കേസിൽ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യാം, അതേപോലെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യാം.
ഈ രണ്ട് രൂപത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. പല ക്വസ്റ്റ്യൻസും നമുക്ക് ലിമിറ്റിംഗ് സ്കെച്ച് റീജിയൻ സ്കെച്ച് ചെയ്താലും നമുക്ക് ഈ ഒരു രണ്ട് രൂപത്തിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചില സമയത്ത് ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളോട് ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അത് എപ്പോഴും അതിന്റെ റീജിയൻ സ്കെച്ച് ചെയ്തിട്ട് ഏത് രൂപത്തിലാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ രൂപത്തിൽ ചെയ്യണം. അതാണ് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്നുള്ളൊരു സെക്ഷനിൽ പറയുന്നത്. അതായത് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എക്സിൽ ചെയ്യുന്നതിന് പകരം ആദ്യം വൈയിൽ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. രണ്ട് രൂപത്തിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതാണ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലാമിനാസ് വിത്ത് വേരിയബിൾ ഡെൻസിറ്റി. ഏതെങ്കിലും ഒരു മെറ്റീരിയലോ ഫ്ലാറ്റ് പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഗിവൺ ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ടാവും. ഡെൻസിറ്റിനെ സാധാരണ റോ എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യാറ്. അങ്ങനെ റോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡെൻസിറ്റി തന്നാൽ ഇവിടുന്ന് നമുക്ക് ചില ഫിസിക്കൽ അപ്ലിക്കേഷൻസ് ആണ്. അതായത് ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് തന്നാൽ ലാമിനാസ് വിത്ത് വേരിയബിൾ ഡെൻസിറ്റി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഫ്ലാറ്റ് പ്ലേറ്റ് ഒരു ലാമിന തന്നാൽ, ലാമിന മീൻസ് ഒരു ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ അതിന്റെ ഡെൻസിറ്റി നമുക്ക് ഗിവൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ ഓഫ് മാസ് കാണാം. സെന്റർ ഓഫ് മാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ സെന്റർ ഓഫ് മാസ് അല്ലാതെ ചില ഇക്വേഷൻസ്, സെന്റർ ഓഫ് മാസ് കാണാൻ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ പറയുന്നത് സെന്റർ ഓഫ് മാസ് കാണാൻ എക്സ് ബാർ വൈ ബാർ എന്നുള്ള കോർഡിനേറ്റ് പെയറിനെയാണ് സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് മാസ്. കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ വൈ ബാർ. അപ്പൊ എക്സ് ബാർ എന്താണ്, വൈ ബാർ എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു എം വൈ ഡിവൈഡഡ് ബൈ എം ആൻഡ് വൈ ബാർ ഈസ് ഈക്വൽ ടു എം എക്സ് ഡിവൈഡഡ് ബൈ എം. എക്സ് ബാർ വൈ ബാർ കാണാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻസ് പറഞ്ഞു. അതിലെ ഓരോ ടേമുകളും നമുക്ക് ഫെമിലിയർ അല്ല. അപ്പൊ ഓരോ ടേം എന്താണെന്നുള്ളതാണ് പറയുന്നത്. എം വൈ ഈക്വൽ ടു ദ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ. റോ ഇസ് ദ ഡെൻസിറ്റി എക്സ് ഇൻറ്റു ഡി എ. അതേപോലെ എം എക്സ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൈ റോ ഓഫ് എക്സ് വൈ ഡി എ. ഇത് പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. എം എക്സ് ചെയ്യുമ്പോൾ ഇവിടെ വൈ ആണ്, റോനോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് വൈ ആണ്. എം വൈ ചെയ്യുമ്പോൾ റോനോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എക്സ് ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ടോട്ടലി ഉത്തരമൊക്കെ മാറും. അപ്പൊ ഇത് രണ്ടുമാണ് എക്സ് ബാർ വൈ ബാർ എന്നുള്ള രണ്ട് പെയറിനെ, ഓർഡേർഡ് പെയർ എക്സ് ബാർ വൈ ബാറിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. അത് കാണാനുള്ള ഇക്വേഷൻസ് ആണ് പറയുന്നത്. അതിൽ എം കാണാനുള്ള ഇക്വേഷൻ, എം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗിവൺ ആയിട്ടുള്ള മെറ്റീരിയലിന്റെ മാസ് ആണ്. കാണാനുള്ള ഇക്വേഷൻ റോ ഓഫ് എക്സ് വൈ ഡി എ ഓവർ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ റോ ഓഫ് എക്സ് വൈ ഡി എ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മാസ് കാണാം. ഇനി എം വൈ എം എക്സ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനെ മൊമെന്റ്സ് ഓഫ് ദ ലാമിന എന്ന് വിളിക്കും. അപ്പൊ മൊമെന്റ്സ് ചോദിക്കാം, മാസ് ചോദിക്കാം, സെന്റർ ഓഫ് മാസ് ചോദിക്കാം. ഇനി സെന്റർ ഓഫ് മാസ് എന്നുള്ള ഡെഫിനിഷൻ ചോദിക്കാം. ദ സെന്റർ ഓഫ് മാസ് ഈസ് ദ പോയിന്റ് വേർ വി കൺസിഡർ ഓൾ ദ മാസസ് ഓഫ് ലാമിന ടു ബി കോൺസെൻട്രേറ്റഡ്. ഒരു എക്സാമ്പിൾ ഒക്കെ ആക്കിയിട്ട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു സ്കെയിലിന്റെ സെന്റർ ഓഫ് മാസിൽ നമുക്ക് വിരൽ വെച്ച് ബാലൻസ് ചെയ്താൽ അതിനെ നമുക്ക് ആ വിരലുമ ബാലൻസ് ചെയ്യാൻ പറ്റും. സ്കെയിലിന്റെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു ലാമിനയുടെ ടോട്ടൽ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. അപ്പോൾ പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ് വൈ എന്നുള്ള ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും. പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ പ്ലെയിനിൽ ഒരു പോയിന്റ് തരുമ്പോൾ ആ പോയിന്റ് എക്സ് വൈ എന്നുള്ള ഒരു പെയർ ആയിരിക്കും. ആ പെയർ ആണ് നമ്മൾ എക്സ് ബാർ വൈ ബാർ എന്നുള്ള രൂപത്തിൽ ഡിനോട്ട് ചെയ്തത്. എം വൈ ബൈ എം, എം എക്സ് ബൈ എം. എം വൈനെ മൊമെന്റ്സ് എന്ന് വിളിക്കും, എമ്മിനെ മാസ് പറയും. എക്സ് ബാർ വൈ ബാർ എന്നുള്ള പെയറിനെ സെന്റർ ഓഫ് മാസ് എന്ന് വിളിച്ചു. ഇനി റോ ഓഫ് എക്സ് വൈ കോൺസ്റ്റന്റ് ആണെങ്കിൽ rho of x comma y, the density of the material is called constant, then the center of mass is called centroid.
അപ്പോൾ ഇത്രയും അപ്ലിക്കേഷൻസ് ആണ് സെന്റർ ഓഫ് മാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ടോട്ടലി എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഇക്വേഷൻസും ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. എം കാണണമെങ്കിൽ ഡബിൾ ഇന്റഗ്രൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നറിയണം. അതേപോലെ എം വൈ കാണണമെങ്കിൽ എം എക്സ് കാണണമെങ്കിൽ എല്ലാം ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളോട് സെന്റർ ഓഫ് മാസ്, സെന്റർ ഓഫ് സെൻട്രോയിഡ്, മാസ്, മൊമെന്റ്സ് തുടങ്ങിയിട്ടുള്ള ഓരോന്നും പ്രത്യേകം ചോദിക്കാം, സെന്റർ ഓഫ് മാസും എടുത്ത് ചോദിക്കാം. ഓക്കെ, പിന്നീട് ഈ ഒരു സെക്ഷനിൽ വരുന്ന ഒരു സെക്ഷനാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഇവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള പ്രോബ്ലംസ് വരാം. എന്താ പറയുക, എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് വരാം. അപ്പൊ ഈ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ടത് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഡബിൾ ഇന്റഗ്രലിന്റെ ടേമിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോഴും നമുക്ക് ആവശ്യം ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ റിസൾട്ടുകൾ തന്നെയാണ്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് 5 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാം. ജസ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻസ് ആണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടിട്ട് പറയുന്നത്. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. എം എക്സ്, എം വൈ, ഈ രണ്ട് ടേംസിനെയാണ് നമ്മൾ മൊമെന്റ്സ് എന്ന് വിളിച്ചത്. അതിനെ മൊമെന്റ്സ് എന്ന് വിളിക്കുന്നതിന് പകരം ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് മൊമെന്റ്സ് എന്ന് വിളിക്കും. ഫസ്റ്റ് മൊമെന്റ്സ് അബൌട്ട് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. എം എക്സിനെ ഫസ്റ്റ് മൊമെന്റ്സ് അബൌട്ട് എക്സ് ആക്സിസ് എന്ന് വിളിക്കും. അതേപോലെ എം വൈനെ ഫസ്റ്റ് മൊമെന്റ് അബൌട്ട് വൈ ആക്സിസ് എന്ന് വിളിക്കും. ഇതേപോലെ ഫസ്റ്റ് മൊമെന്റ് കണ്ടതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് മൊമെന്റ് കാണാം. അതിനെ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കും. ആൻഡ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ഐ എക്സ്, ഐ വൈ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷനിൽ സെക്കൻഡ് മൊമെന്റ്സ് ആണ്. അപ്പൊ റോ ഓഫ് എക്സ് വൈനെ വൈ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റോ ഓഫ് എക്സ് വൈനെ എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓവർ ദ റീജിയൻ ആറിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഐ വൈ കിട്ടും, സെക്കൻഡ് മൊമെന്റ് കിട്ടും. അതിനെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് എന്ന് വിളിക്കുന്നത്. റോ ഓഫ് എക്സ് വൈനെ വൈ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എ കൊണ്ട് ഓവർ ദ റീജിയൻ ആറിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് മൊമെന്റ് ആയിട്ട് എബൌട്ട് എക്സ് ആക്സിസ് കിട്ടും. അതിനെയാണ് നമ്മൾ ഐ എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് എക്സ് ആക്സിസ്. അപ്പൊ ഈ രണ്ട് ടേമുകളാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്, മൊമെന്റ് ഓഫ് ഇനേഷ്യ. പിന്നീട് മൊമെന്റ് ഓഫ് ഇനേഷ്യയുമായിട്ട് വരുന്ന ചില ഫിസിക്കൽ അപ്ലിക്കേഷൻസ്, നമുക്ക് ഒരു കൈനറ്റിക് എനർജി എന്നുള്ള ഒരു കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറയുന്നത്. ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈസ് ദ റൊട്ടേഷണൽ ഇക്വലന്റ് ഓഫ് മാസ്. ദിസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താന്നുള്ളത് ഡിഫൈൻ ചെയ്യുകയാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ഇക്വലന്റ് മാസിനെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കുന്നത്. ഇനി ട്രാൻസ്ലേഷൻ മോഷൻ, ഫിസിക്കൽ മോഷൻസ്, റൊട്ടേഷണൽ മോഷൻ, ട്രാൻസ്ലേഷൻ മോഷൻ തുടങ്ങിയിട്ടുള്ള മോഷൻസ് വരാം. റൊട്ടേഷണലി എന്താ പറയാ മോഷൻ നടക്കുക. അതേപോലെ ട്രാൻസ്ലേഷൻ മോഷൻ വരുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൈനറ്റിക് എനർജി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരും. അതൊക്കെ ഫിസിക്കൽ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് എം വി സ്ക്വയർ. എം ഈസ് ദ മാസ് ആൻഡ് വി ഈസ് ദ ലീനിയർ സ്പീഡ്. എം എന്നുള്ളത് ഗിവൺ മെറ്റീരിയലിന്റെ മാസും അതേപോലെ വി എന്നുള്ളത് അതിന്റെ കറസ്പോണ്ടിങ് സ്പീഡും ആണ്. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ പറയുന്നുണ്ട്. അതേപോലെ ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടി വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാൻ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടും മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇവാലുവേറ്റ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സുകളാണ്. ഒന്ന് ഫിസിക്കൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. കൈനറ്റിക് എനർജിയുടെയും അതേപോലെ മറ്റു കോൺസെപ്റ്റ് ആംഗുലാർ സ്പീഡിന്റെ ഒക്കെ കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫിസിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. അതേപോലെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ളത് നമ്മൾ ഡബിൾ ഇന്റഗ്രൽ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ രണ്ട് രൂപത്തിലും ക്വസ്റ്റ്യൻസ് വരാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള രൂപത്തിൽ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് എക്സ് സ്ക്വയറിനെ റോ ഓഫ് എക്സ് വൈ കൊണ്ടും എക്സ് സ്ക്വയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓവർ ദ റീജിയൻ ആറ് ഇന്റഗ്രേറ്റ് ചെയ്ത ഐ വൈയും, അതേപോലെ റോ ഓഫ് എക്സ് വൈനെ വൈ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓവർ ദ റീജിയൻ ആണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഐ എക്സും കിട്ടും. അതിനെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് വിളിക്കുന്നത്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത്. ഡബിൾ ഇന്റഗ്രൽ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ടേം ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതേപോലെ മറ്റൊരു ഫിസിക്കൽ ടേം ആണ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നത്.
റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ടേംസിൽ പറയുന്നത് നോക്കാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. The radius of gyration of the lamina of mass m and the moment of inertia I about the axis is defined by Rg is equal to root of I by m. അപ്പോൾ എന്താണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ, സോറി റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനുള്ള ഇക്വേഷൻ? റൂട്ട് ഓഫ് ഐ ബൈ എം. ഐ ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ്. അപ്പൊ ഏതെങ്കിലും ഒരു ആക്സിസിലുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഐ എന്നുള്ളത് ഡബിൾ ഇന്റഗ്രൽ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു, എം ഡബിൾ ഇന്റഗ്രൽ വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. സോ ടോട്ടലി റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാൻ വേണ്ടിയിട്ടും നമുക്ക് ആവശ്യം ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ ആണ്. പിന്നീട് അതിന് താഴെ നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഒരു ഫിസിക്കൽ ആപ്ലിക്കേഷൻ, അതിനെ ജസ്റ്റ് മറ്റൊരു ടേമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ചേഞ്ച് എന്താ പറയുക, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഡെഫിനിഷനും അതേപോലെ ആർ ജിനെ നമ്മൾ ഐ വൈയുടെ ടേമിൽ, മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് വൈ ആക്സിസ് ആയിട്ടുള്ള ടേമിലും എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ടോട്ടലി ഈ ഒരു സെക്ഷനിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാനുള്ള ചാൻസസ് ഉള്ളത്. ടോട്ടലി പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളതും. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. നമുക്ക് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുക പല രൂപത്തിലും ചോദിക്കാം. മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാനുള്ള ഇക്വേഷൻ, റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനുള്ള ഇക്വേഷൻ, സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനിഷൻ, സെന്റർ ഓഫ് മാസ് കാണാനുള്ള ഇക്വേഷൻ തുടങ്ങിയിട്ടുള്ള രൂപത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ വളരെ റയർ ചാൻസേ ഉള്ളൂ. തിയററ്റിക്കൽ ക്വസ്റ്റ്യന് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഫിബിനിയൂസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഫിബിനിയൂസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിന് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതിയാലേ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിന്റെ മാർക്കിംഗ് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ വരുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇക്വേഷൻസ് ആണ് കൂടുതലും വരുന്നത്. സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനിഷൻ, റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഡെഫിനിഷൻ, മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഡെഫിനിഷൻ ഒക്കെ ജസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ പോലും അത് അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല. കാരണം നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെ ഒരുപാട് ഡെഫിനിഷൻസ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചാൻസ് വരുന്നുണ്ട് ടോട്ടലി നമ്മളുടെ ഒരു സിലബസിൽ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സെക്ഷനിൽ വരുന്ന ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ: സ്കെച്ച് ദ റീജിയൺ ഓഫ് ദ ഇന്റഗ്രേഷൻ ഫോർ ദ ഇന്റഗ്രൽ 0 to 2 integral 1 to 2x plus 1 f of xy dy dx. സാധാരണ ഇവാലുവേഷൻ ചോദിക്കുന്നതിന് പകരം എഫ് തന്നിട്ടില്ല, ആർ എന്നുള്ള റീജിയൺ തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീജിയൻ സ്കെച്ച് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്കെച്ചിൽ നിന്ന് ലിമിറ്റ് കാണുന്നതിന് പകരം ലിമിറ്റിൽ നിന്ന് സ്കെച്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സാധാരണ ചോദിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഡബിൾ ഇന്റഗ്രലിന്റെ ഇവാലുവേഷൻ ആണ്. പക്ഷെ ഈ ഒരു രൂപത്തിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് ലിമിറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് 1 to 2x plus 1 എന്നുള്ളതാണ് ഫസ്റ്റ് ലിമിറ്റ്. ഓർഡർ ഓഫ് ഇന്റഗ്രേഷനിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് വിത്ത് റെസ്പെക്ട് ടു y. അപ്പൊ y-യുടെ ലോവർ ലിമിറ്റ് ആണ് 1, y-യുടെ അപ്പർ ലിമിറ്റ് ആണ് 2x plus 1. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 6 എന്നുള്ള റീജിയൺ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആ റീജിയൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് y is equal to 1 ഉം y is equal to 2x plus 1 ആണ്. അടുത്തത് രണ്ടാമത്തെ ലിമിറ്റ്, അതായത് ഫസ്റ്റ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് വരുന്നത് 0 to 2 ആണ്. അത് ഓർഡർ ഓഫ് ഇന്റഗ്രേഷനിൽ രണ്ടാമത് വരുന്നതിന്റെ ലിമിറ്റ് ആണ്. x is equal to 0യും x is equal to 2 ആണ് അപ്പർ ലിമിറ്റ്. സോ y-യുടെ വേരിയേഷൻ എവിടെ മുതൽ എവിടെ വരെയാണ്? 1 മുതൽ 2x plus 1 വരെ. y varies from 1 to 2x plus 1 and x varies from 0 to 2. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചു. പക്ഷെ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടില്ല, പക്ഷെ സ്കെച്ച് ചെയ്യാൻ ചോദിച്ചു.
സ്കെച്ച് ചെയ്യാനല്ലാതെ സ്കെച്ച് ചെയ്യാൻ ചോദിച്ചാൽ പോലും അത് നമുക്ക് സാധാരണ ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതിൽ ഫസ്റ്റ് റിസൾട്ടിലേക്കുള്ള ഒരു ലീഡ് ആണ് തരുന്നത്. അല്ലാത്ത രൂപത്തിൽ ഇവാലുവേറ്റ് ദ ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ ഓഫ് ദി ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് റീജിയൻ ഇങ്ങനെ തന്നു എന്ന് എഴുതാം. y ഈസ് ഈക്വൽ ടു 1 മുതൽ 2x+1 വരെയും x ഈസ് ഈക്വൽ ടു 0 to 2 വരെയാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് ഐഡന്റിഫൈ ചെയ്താൽ നമുക്കറിയാം എക്സിന്റെ ലിമിറ്റ് ആണ് രണ്ടാമത്, ഓർഡർ ഓഫ് ഇന്റഗ്രേഷനിൽ എക്സ് ആണ് രണ്ടാമത് വരിക, y ആണ് ആദ്യം വരിക എന്നുള്ളത് പറയാൻ പറ്റും. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ മേ ബി ഫിഗർ എന്നാവും. അപ്പൊ എപ്പോഴും അതിന്റെ ഫിഗർ സ്കെച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മളുടെ എയിം. അപ്പൊ ടോട്ടലി നമുക്ക് ഇവിടെ കിട്ടിയത് വൈയുടെ വേരിയേഷൻ 1 മുതൽ 2x+1 വരെയും എക്സിന്റെ വേരിയേഷൻ 0 മുതൽ 2 വരെയും. അപ്പൊ അത് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് വൈ എന്നുള്ള കോർഡിനേറ്റ് ആക്സിസ് വരയ്ക്കുക. എക്സ് വൈ വേണമെങ്കിൽ നെഗറ്റീവ് ആക്സിസും നീട്ടി വരക്കാം. ഇനി നമുക്ക് ഇക്വേഷൻസ് പ്ലോട്ട് ചെയ്യണം. ഒന്ന് y ഈസ് ഈക്വൽ ടു 1. y ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഏതാ ലൈന് വരിക? y ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ yയുടെ പോയിന്റ് 1 ഫിക്സ് ചെയ്യുക. ആ 1ലൂടെ പാസ് ചെയ്യുന്ന എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് y ഈസ് ഈക്വൽ ടു 1 വരിക. അപ്പോൾ ടോട്ടലി ഈ ലൈന് വരും. ഇനി നെക്സ്റ്റ് y ഈസ് ഈക്വൽ ടു 2x+1. y ഈസ് ഈക്വൽ ടു 2x+1 which is of the form y is equal to mx plus c. അപ്പോൾ y ഇന്റർസെപ്റ്റ് ആയിട്ട് c വരുന്ന ഒരു ലൈന്, സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ y വാല്യൂ x വാല്യൂ 0 വരുമ്പോൾ y വാല്യൂ ആരാ വരുന്നത്? 1. അപ്പോൾ x 0 y 1 ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈന് ഇതാണ് നമ്മുടെ y വാല്യൂ 1, ഈ വാല്യൂ 0 ആണ്. അപ്പോൾ 0 1 എന്നുള്ള പോയിന്റ് വരും. ഇതിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ഇതാണ് നമ്മുടെ y ഈസ് ഈക്വൽ ടു 2x+1 എന്നുള്ള ലൈന്. ഇതാണ് നമ്മുടെ y ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ലൈന്. ഇനി എക്സിന്റെ വേരിയേഷൻ ഈ ലൈനിലാണ് 0 മുതൽ 2 വരെ. അപ്പൊ 2 എന്നുള്ള പോയിന്റ് ഫിക്സ് ചെയ്യാം. അപ്പൊ ടോട്ടലി ഈ രണ്ട് കണ്ടീഷൻസും കൂടി ഹോൾഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ 0ക്കും 2ക്കും ഇടയിലാവണം, വൈയുടെ വാല്യൂ ഇതിന്റെ രണ്ടിനും ഇടയിലാവണം. അപ്പൊ ഏതാ റീജിയൻ വരിക? 0-2 എന്നുള്ളത് ഇങ്ങോട്ട് കണ്ട് മാർക്ക് ചെയ്താൽ 0-2ക്കും അതേപോലെ ഈ ലൈനിന് ഇടയിലും. അപ്പൊ ടോട്ടലി ഈ ഒരു റീജിയൻ വരും, ഈ ഷെയ്ഡ് ചെയ്തിട്ടുള്ള റീജിയൻ. ആ റീജിയൻ ഒന്ന് മാറ്റി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് XY പ്ലെയിനിൽ ഇതാണ് നമ്മുടെ ഗിവൺ ആയിട്ടുള്ള റീജിയൻ R. ഹിയർ 0 and here 2. This line is y is equal to 1 and this line is y is equal to 2x+1. അപ്പൊ ഈ ഒരു ഫിഗർ സ്കെച്ച് ചെയ്യാനാണ് നമ്മളോട് ഗിവൺ ആയിട്ട് ചോദിച്ചത്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ വരക്കാൻ പറ്റണമെങ്കിൽ ഇവിടെ ആകെ ഒറ്റ ലോജിക്കേ ഉള്ളൂ. ഫസ്റ്റ് ഇന്റഗ്രേഷന്റെ ഫസ്റ്റ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് ഫസ്റ്റ് ഓർഡർ ഏതാണോ അതിൻ്റെതായിരിക്കും f(x,y) ചേർന്ന് കിടക്കുന്ന ഇന്റഗ്രലിന്റെ ലിമിറ്റ് വരിക. രണ്ടാമത്തെ ഓർഡർ ഓഫ് ഇന്റഗ്രേഷനിൽ രണ്ടാമത് ആരാണോ അതിൻ്റെതായിരിക്കും സ്റ്റാർട്ടിംഗ് ഇന്റഗ്രലിന്റെ ലിമിറ്റ് വരിക. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ വൈയുടെ വാല്യൂവും എക്സിന്റെ വാല്യൂസിനും